ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് എപ്പോഴും കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ ബസ്മതി റൈസാണ് കേട്ടോ. വൈറ്റ് റൈസാണ് നമുക്കിതിന് വേണ്ടത്. ഈ വൈറ്റ് റൈസ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ എടുക്കുന്ന അരിയില്ലേ, അതായാലും മതി കേട്ടോ. ഇനി നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് എടുക്കുക. അതിനനുസരിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക 2-3 മണിക്കൂർ, അല്ലെങ്കിൽ പിന്നെ രാത്രി തലേ ദിവസം കുതിർത്ത് വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആ കുതിർത്ത് വെച്ച വെള്ളമില്ലേ, ആ വെള്ളം ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ, ഇതുപോലത്തെ ബോട്ടിൽ നമുക്ക് ഫ്രിഡ്ജിലാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫേസിലും കയ്യിലൊക്കെ ഇതേപോലെ ഒരു ടോണർ പോലെ തേച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അരി കുതിർത്ത വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ടിപ്പാണ്. ഞാൻ അപ്പോൾ ഈ ഒരു പാക്കല്ല ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ കുതിർത്ത് വെച്ച ആ അരിയിൽ ആ സെയിം ആ കുതിർത്ത് വെള്ളത്തിൽ അരച്ചിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരക്കുക. വേറെ ഒന്നും നമ്മൾ അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അരി മാത്രം കുതിർത്തതിന് ശേഷം ആ കുതിർത്ത് വെച്ച നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് തേച്ച് കൊടുത്ത് നല്ല റിസൾട്ട് നമുക്ക് അപ്പോൾ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് ഇതാ ഞാൻ ഇവിടെ ചോറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിടാത്ത ചോറ് വേണ്ട നമുക്ക് എടുക്കാൻ. ഉപ്പിട്ട് എടുക്കരുത്. ഉപ്പിടാത്ത ചോറ് എടുത്തിട്ട് നമ്മൾ ചോറ് വെച്ചതൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ, അത് ഒരു മിക്സിയുടെ ജാൾക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം തേക്കാനുള്ളതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് അരിയാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളമല്ല, അത് പേസ്റ്റ് പോയി അരിഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് ഒഴിച്ചിട്ടും ഇതേപോലെ അരച്ചെടുക്കുക കേട്ടോ. വെള്ളമോ അല്ലെങ്കിൽ പാലോ എന്ന് നിങ്ങൾക്ക് പറ്റി വെച്ചാൽ അത് ഇതുപോലെ ചേർത്ത് അരച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണും തേനാണ് കേട്ടോ. തേൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് ഇത് ഒറ്റ യൂസിന് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി വെയിലത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിലൊക്കെ മുഖം കരിവാടിച്ചിട്ടുണ്ടെങ്കിലും, അതുപോലെ നമ്മളെ കിച്ചണിലൊക്കെ കുറേ നേരം ഗ്യാസിൻ്റെയും അടുപ്പിൻ്റെ കഴുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ പോകുന്ന പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലത്തെ ഫേസ് പാക്കൊക്കെ കിട്ടാൻ മുഖത്ത് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പാക്ക് ഇടുമ്പോൾ നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നമ്മളെ കഴുത്തിലും ഇടാൻ വേണ്ടി ഫേസിൽ എന്ത് പാക്ക് ഇടുന്നോ അത് നമ്മളെ കഴുത്തിലും ഇടണം കേട്ടോ. അപ്പോൾ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കയ്യിലാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിൽ കൂടെ തന്നെ ഫേസിൽ ഞാൻ തേക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ലാസ്റ്റ് ഒരു ഉലുവയുടെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റെസ്പോൺസ് എല്ലാവർക്കും കിട്ടി. എല്ലാവരും യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയെന്ന് കമൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 പേരൊക്കെ ഞാൻ എന്താണ് വെളുത്ത കയ്യിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ റിസൾട്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഫേസിലിട്ട് കാണിച്ചാലും പറയും വെളുത്ത ഫേസിൽ കാണാം. ഒരുപാട് വീഡിയോസിൻ്റെ നമ്മൾ കമൻസ് കണ്ടിട്ട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളിനെ എവിടുന്ന് പിടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല. കറുത്ത കൈ വേണം, കറുത്ത കയ്യിലിട്ട് കാണിക്കുമെന്നൊക്കെ ചോദിച്ചാൽ നമ്മളെങ്ങനെ ഇപ്പോൾ ഒരാളെ കറുത്ത കൈയൊക്കെ ഇവിടുന്ന് ഒരു പാക്ക് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് കൊണ്ടുവരിക. ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. 1 രൂപ ചിലവില്ലാത്ത സംഭവം വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സംഭവങ്ങളാണ്. ഹോം മെയ്ഡ് ഫേസ് പാക്ക് എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും പല ക്രീമുകളും പുറത്തുനിന്ന് നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. പല ആഡ് കണ്ടിട്ടും പല സെലിബ്രിറ്റീസ് യൂസ് ചെയ്ത് കണ്ടിട്ട് അത് അവരെ ആരും നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലൊന്നുമില്ല നമ്മൾ അത് വാങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് അവരെങ്ങനെ ആയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് വാങ്ങി യൂസ് ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ഇട്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ, ഒരു പ്രാവശ്യം ഇട്ടാൽ എന്തായാലും റിസൾട്ട് ഒരു പാക്കിനും കിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത് യൂസ് ചെയ്യുക. അതുപോലെ 2-3 മാസം അടുപ്പിച്ചൊക്കെ ഇതുപോലെ ഒരു പാക്ക് യൂസ് ചെയ്താലേ എന്തിനും റിസൾട്ട് കിട്ടും. അതുപോലെ ഫേസ് പാക്ക് മാത്രമല്ല, നമ്മൾ ഉള്ളിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നല്ല വിറ്റാമിൻ, ഒരുപാട് വെള്ളം കുടിക്കുക, അതൊക്കെ ചെയ്താലാണ് അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിന് മാറ്റങ്ങൾ വരുള്ളൂ. ഈ ഹോം മെയ്ഡ് ഫേസ് പാക്ക് നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു മുഖം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും കറുത്ത പാടുകൾ പോകാൻ അതിനൊക്കെ ആയിട്ട് നമ്മൾ സൈഡായിട്ട് നമ്മൾ സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കഴുകി കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ബാക്കി മുഖത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഒന്ന് നനച്ച് കൊടുത്താൽ തന്നെ അത് ഡ്രൈ ആയതൊന്ന് ഇളകി വരും കേട്ടോ. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ അത് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഫേസിലാണെങ്കിലും ഒരുപാട് അങ്ങനെ സ്പീഡിലിട്ട് ഉരയ്ക്കാൻ പാടില്ല, മെല്ലെ സോഫ്റ്റാക്കി കഴുകി കൊടുക്കുക കേട്ടോ. ഇത് കൊറിയക്കാരുടെ ഒരു സീക്രട്ട് ഫേസ് പാക്കാണ്. ഓൾറെഡി അവരങ്ങനെ നല്ലൊരു ഗ്ലോ ഒക്കെയാണ്, പക്ഷെ അവർ അധികം യൂസ് ചെയ്യുന്ന ഫേസ് പാക്കാണ് കേട്ടോ ഈ റൈസ് വെച്ചിട്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ്. വൈറ്റ് റൈസ് വെച്ചിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഇട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. കാരണം നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാൻ പറ്റും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കാരണം ഈ അരിയും സാധനങ്ങളൊക്കെ ഞങ്ങൾ
എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ്, പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഒരു മാറ്റം വരും കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കമൻസിൽ ഇങ്ങനെ ചോദിക്കാനോടാണ് കേട്ടോ. പല വീഡിയോസിനും എൻ്റെ നല്ല പല വീഡിയോസിനും ഞാൻ കാണലുണ്ട് ഈ വെളുത്തയിലിട്ട് കാണിച്ച് എങ്ങനെ റിസൾട്ട് അറിയാമെന്ന്. നിങ്ങൾ വീട്ടിലൊന്ന് ഇത് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.